പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളോടെപ്പോഴും സംസാരിക്കാനും ഞങ്ങളെ നയിക്കാനും ഞങ്ങളെ ലോകത്തിന് അനുഗ്രഹമാക്കാനും ഞങ്ങളെ വിളിച്ച തമ്പുരാനെ നന്ദി പറയുന്നു. ഞങ്ങളിലൂടെ ലോകത്തിൽ സംഭവിക്കേണ്ട അനേകം നന്മകൾക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങളെ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി ഇന്നത്തെ അവിടുത്തെ വചനം ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളെ എന്ത് ലക്ഷ്യത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചോ അതിനുവേണ്ടി ജീവിക്കാനും ഞങ്ങളെ ദുരിതങ്ങളുടെ കയങ്ങളിൽ നിന്ന് കയറാനുമുള്ള വലിയ കൃപ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക പദ്ധതിയിലേക്ക് വളരാനും ദുരിതങ്ങൾ അനുഗ്രഹങ്ങളായി മാറാനും അമ്മ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ദൈവവചനം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളോട് സംസാരിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ കൂടെ ഇരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ അനേകം പേര് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന അനേകം ആളുകളെ നാം ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. പലരുടെയും ജീവിതത്തിൽ വാഗ്ദാനങ്ങൾ ബൈബിളിൻ്റെ ചട്ടക്കൂടുകളിൽ മാത്രം. പലരുടെയും ജീവിതം മുഴുവൻ ദുരിതത്തിലായിരിക്കുന്നു. നാളുകൾ പ്രാർത്ഥിച്ചിട്ടും പലവിധ പ്രാർത്ഥനകൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടും ഇനിയും മാറ്റം വരാതെ, ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിയാതെ, എന്തു പ്രാർത്ഥന ചെല്ലണമെന്നറിയാതെ, ആരുടെ അടുത്ത് പോകണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുന്ന ഒരു പറ്റം വിശ്വാസികളുടെ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളും ചിലപ്പോൾ അതേ ഒരു അവസ്ഥയിലായിരിക്കാം ഇന്നുള്ളത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിന് എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പൗലോസ്ലീഹ ശക്തിയോടെ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്, ജീവിതത്തിൽ വിളക്കായി മാറാനാണ് നാം വിളിക്കപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശം എന്താ ചെയ്യുന്നത്? അന്ധകാരത്തെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അന്ധകാരത്തെ മാറ്റി പ്രകാശമാകാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന, അനേകർക്ക് അനുഗ്രഹമായി മാറി ജീവിതത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. തീത്തോസിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനം, മനോഹരമായ വചനം പറയുന്നുണ്ട്, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി മരിച്ചത്? യേശുക്രിസ്തു സകല പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നതിനും അങ്ങനെ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നതിനും. 2-ാമത്തെ കാര്യം പറയുകയാണ്, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ഒരുക്കുന്നതിനുമായി യേശുക്രിസ്തു സ്വയം ബലിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാം, എൻ്റെ പാപങ്ങളുടെ പരിഹാരമായി യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പലപ്പോഴും നാം അവഗണിക്കുന്നു, മറന്നുപോകുന്നു. ഇത് മറ്റൊന്നുമല്ല, നിൻ്റെ ജീവിതം സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. എഫെസോസുകാരുടെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനം പറയുകയാണ്, നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൽപ്രവൃത്തി ലോകത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഈ സൽപ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്താണ് ഏറ്റവും വലിയ സൽപ്രവൃത്തി? നാം ദരിദ്രരെ സഹായിക്കുന്നു, പലവിധ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം നല്ല പ്രവർത്തികൾ തന്നെയാണ്, എല്ലാം കാലഘട്ടത്തിന് അനുയോജ്യമായതുമാണ്. എന്നാൽ അതിലും ഉന്നതമായ മറ്റൊരു സൽപ്രവൃത്തിയുണ്ട്. എന്ന് പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു സൽപ്രവൃത്തി, എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തി. അതുകൊണ്ട് അമ്മ ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്, നീ ദരിദ്രനെ സഹായിക്കണം,
ആരാണ് പരമദരിദ്രൻ? പരമദരിദ്രൻ ക്രിസ്തുവില്ലാത്തവനാണ്. ദൈവത്തെ അപ്പനായി കിട്ടാത്തവനാണ് ദരിദ്രൻ. ജീവിതത്തിൽ അലഞ്ഞു നടക്കുന്നവനാണ് ദൈവത്തെ കിട്ടാത്തവൻ. അവനാണ് പരമദരിദ്രൻ. അവനെ സഹായിക്കുക എന്ന കടമ ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം, പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോഴും കേരളത്തിന് പുറത്ത് അനേക ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും നമുക്കറിയാവുന്ന തിരിച്ചറിവ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ജനത ദാഹിച്ച് ദരിദ്രരായ ഒരു ജനത കാത്തിരിക്കുകയാണ്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ കൽപ്പന നാം പാലിക്കേണ്ടത്. പലരും പറഞ്ഞ് ഞാൻ എല്ലാ കൽപ്പനകളും പാലിക്കുന്നു, എന്നിട്ടും എന്തേ ഈ ദുരിതം, എന്നിട്ടും എന്തേ കഷ്ടത, എന്നിട്ടും എന്തേ എൻ്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പലപ്പോഴും നമ്മൾ ജോലി ചെയ്യാതെ കൂലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു, ആ ജോലി ചെയ്ത് വൈകുന്നേരം ഉടമസ്ഥൻ്റെ അടുത്ത് ചെന്നാൽ തീർച്ചയായും കൂലി കിട്ടും. ചെയ്യാത്ത ജോലി, ഏൽപ്പിക്കപ്പെടാത്ത ജോലിയാണ് നാം ചെയ്യുന്നതെങ്കിലോ യജമാനൻ നമുക്ക് കൂലി തരുമോ? കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇതുപോലെ തന്നെയാണ് ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽപ്രവൃത്തിയുണ്ട്. അത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജോൺ പോൾ മാർപ്പാപ്പ രക്ഷകൻ്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിലൂടെ പറയുകയാണ്, നമുക്കെല്ലാവർക്കും ഈ വിളിയുണ്ട്. സ്വന്തം ജീവിത സാക്ഷ്യത്തിലൂടെ, സ്വന്തം വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ ജീവിക്കുന്ന ക്രിസ്തുവിന് നീ സാക്ഷ്യം നൽകണം. ഈ ചാക്രിക ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുക, ദൈവരാജ്യം എന്ന് പറയുന്ന അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്വന്തം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ മനോഹരമായ ദൗത്യത്തിന് നീ സാക്ഷ്യം നൽകാത്തതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദുരിത കാരണം. കാരണം നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ ഒരു സാക്ഷ്യ ജീവിതത്തിന് വേണ്ടിയാണ്. ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല എങ്കിൽ, ഈ സാക്ഷ്യത്തിന് വേണ്ടി നീ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിനെ വേണ്ട വിധത്തിൽ നാം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് നാം ഭാവിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ജീവിതത്തെ യഥാവിധി മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ, ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോരുത്തരും, ബൈബിളിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണാം, ക്രിസ്തു അറിഞ്ഞ ഓരോരുത്തരും, ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോരുത്തരും, ദൈവാനുഭവം ഉണ്ടായിരുന്ന ഓരോരുത്തരും ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നവരായി മാറി. എന്നാൽ ഇന്ന് നാം നമ്മെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന, എൻ്റെ ചുറ്റുമുള്ള അനേകർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ വിശ്വാസത്തിന് എവിടെയോ തകരാറുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷവൽക്കരണം എന്ന ചാക്രിക ലേഖനത്തിൽ പോൾ 6-ാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്, സുവിശേഷവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തി ആ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സന്നദ്ധനാകുന്നു. ഇത് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ ഉരകല്ലാണ്. സുവിശേഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഉരകല്ലാണ്, ഉരച്ചു നോക്കുന്ന കല്ലാണ് ഞാൻ എങ്ങനെ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളത്. മാർപ്പാപ്പ കണ്ടിന്യൂ ചെയ്യുകയാണ് 24-ാമത്തെ ഖണ്ഡികയിൽ, ദൈവവചനം സ്വീകരിക്കുകയും ദൈവവചനത്തിനു വേണ്ടി സ്വയം പ്രതിഷ്ഠിക്കുകയും ചെയ്യപ്പെട്ട വ്യക്തി, അഥവാ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും അതിന് സാക്ഷ്യം വഹിക്കുന്നതിൽ വിമുഖനും അത് പ്രഖ്യാപിക്കുന്നതിൽ അലസനുമായിരിക്കുക എന്നത് ചിന്തിക്കുവാൻ പോലും എനിക്ക് വിഷമമാണ്. മാർപ്പാപ്പ പറയുക, വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അത് പകർന്നു കൊടുക്കാൻ വൈഷമ്യമുള്ളവനും അലസനുമായിരിക്കുക, ചിന്തിക്കുക പോലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുന്നവനായി മാറും. എന്നാൽ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുക എന്ന പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുമ്പോൾ, അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാതിരിക്കുമ്പോൾ എൻ്റെ ജീവിതം ദുരിതപൂർണവും ദുഃഖപൂർണവുമാകുന്നു. കാരണം അപ്പനായ ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. തിമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയണത്, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും എൻ്റെ അപ്പനായ ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുക,
എല്ലാ മനുഷ്യരും നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവേ നിന്റെ ഹിതം ഭൂമിയിലാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് വെളിപ്പെടുത്തുകയാണ് പിതാവിൻ്റെ ഹിതം എന്താ? എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോഴും സ്വർഗം ആഗ്രഹിക്കുന്നത് ഇതാണ് എന്ന തിരിച്ചറിവിൽ ആ പിതാവിൻ്റെ ആഗ്രഹത്തിന് ഞാൻ യെസ് പറയുമ്പോൾ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും അടുത്ത വചനം പറയുകയാണ്, എന്തെന്നാൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ഈ സത്യം തിരിച്ചറിയണം. ഇതാണ് പിതാവിൻ്റെ ആഗ്രഹം, ഇതാണ് പിതാവിൻ്റെ ഹിതം. ഈ ഹിതം ഞാൻ നിറവേറ്റുമ്പോഴാണ് എൻ്റെ ജീവിതം ആനന്ദപൂർണ്ണമാകുന്നത്, എൻ്റെ ജീവിതം സന്തോഷപ്രദമാകുന്നത്. ഞാൻ ചോദിക്കുന്നതിലുപരി ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നിറവേറ്റി തരുന്നത് എന്നെ ഏൽപ്പിച്ച പണി ഭംഗിയായും വൃത്തിയായും ഞാൻ ചെയ്യുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചോദിക്കാതെ തന്നെ വചനം പറയുകയാണ്, വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ മനോഹരമായി പറയുകയാണ്, 31 മുതൽ 33 വരെയുള്ള വചനങ്ങൾ ഇതിനെ വെളിപ്പെടുന്നത്. 33-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇടണം, അതിനുവേണ്ടി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വചനം പറയുകയാണ്, ആദ്യം നീ ഇത് ചെയ്യ്, ബാക്കി നിനക്ക് ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒന്നാണ്. അവൻ നേടിയെടുക്കുന്നതൊന്നല്ല. യേശുക്രിസ്തു തൻ്റെ കുരിശിലെ ബലിയിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഞാൻ നേടിയെടുക്കുന്നതല്ല, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. എന്നാൽ എനിക്കിത് എപ്പോഴാണ് അനുഭവവേദ്യമാകുന്നത്? എപ്പോഴാണ് എൻ്റെ ജീവിതത്തിലിത് ഞാൻ വിചാരിക്കാത്ത സമയത്ത് അനുഗ്രഹമായി കടന്നു വരുന്നത്? ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ നീ തീരുമാനിക്കുന്ന അന്ന് തൊട്ട് ദൈവം നിൻ്റെ ജീവിതത്തിലെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. 31-ാമത്തെ വചനം പറയുകയാണ്, നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ച് വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. ഇന്ന് നാം ആകുലപ്പെടുന്ന അനേകം കാര്യങ്ങളുണ്ടല്ലോ. പകർച്ചവ്യാധി, ദുഃഖം, ദുരിതമൊക്കെ വരുമ്പോൾ ആകുലപ്പെട്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന, ജീവിതങ്ങളുടെ ഫോക്കസ് തന്നെ നഷ്ടപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിലും ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ അപ്പനായ ദൈവം അറിയുന്നു. നിനക്ക് ഭക്ഷണം വേണമെന്ന്, നിനക്ക് വസ്ത്രം വേണമെന്ന്, മക്കൾ നല്ല നിലയിലാകണമെന്ന്, രോഗം സുഖപ്പെടണമെന്ന് നിൻ്റെ അപ്പനായ ദൈവം അറിയുന്നു എന്ന്. നീ പേടിക്കണ്ടെന്ന്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും പേടിക്കരുത്. ദൈവം അറിയുന്നു, ഇത് നിൻ്റെ അപ്പൻ അറിയുന്നു. പക്ഷെ നീ ആദ്യം ഒരു കാര്യം ചെയ്യണം, നീ ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം ആരാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിന് പുറകെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നത്, ആകുലപ്പെടുന്നത്? അത് അപ്പനായ ദൈവത്തെ അറിയാത്തവരാണ്. അവിടെ പറയുന്നത് വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവം നമ്മോട് പറയുകയാണ്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇതാണ് നിത്യജീവനിലേക്ക്, ഇതാണ് ഈ ഭൂമിയിൽ ജീവനുണ്ടാകാനുള്ള ഏക വഴി. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ക്രിസ്തുവിനെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഓരോ ക്രൈസ്തവനും ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം ഇതാണ്, ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുക. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 25 മുതലുള്ള വചനങ്ങൾ നമുക്കെല്ലാം ചിരപരിചിതമാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന 100 ആവർത്തി കേട്ടിട്ടുള്ള വചനമാണ്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. അതിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വഴിയരികിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് മുറിവേറ്റ് നഗ്നനായി കിടക്കുന്നുണ്ടായിരുന്നു. ആ വഴിയെ 3 പേര് വന്നു. ഒരുവൻ മാത്രം, അവനുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത ഒരു മനുഷ്യൻ മാത്രം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്വന്തം ജീവിതത്തിൻ്റെ ഗതി മാറ്റി, ജീവിതത്തിൽ തളർന്നു കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന ഒരുവൻ്റെ അടുത്തേക്ക് ഒരുവൻ മാത്രം ഗതിമാറ്റം നടത്തി. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവനാണ് നല്ല അയൽക്കാരൻ. പ്രിയപ്പെട്ടവർ, ആരാണ് മുറിവേറ്റ് കിടക്കുന്നത്? ആരാണ് വേദനിച്ച് കിടക്കുന്നത്? ആരാണ് നഗ്നനായി കിടക്കുന്നത്? ആരാണ് അപമാനിക്കപ്പെട്ട് കിടക്കുന്നത്? ആരാണ് കള്ളൻ? ക്രിസ്തു അസന്നിഗ്ധമായിട്ട് പറയുന്നത് കള്ളനൊരുവനേ ഉള്ളൂ, അത് പിശാച.
പിശാചിനാൽ ആക്രമിക്കപ്പെട്ട് പാപത്താൽ മൃതമാക്കപ്പെട്ട് കിടക്കുന്ന അനേകം ജീവശവങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കണ്ണ് തുറന്നൊന്ന് നോക്കിയാൽ, കാതുകളൊന്ന് തുറന്നാൽ വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾ, വായിക്കുന്ന പേപ്പറുകൾ, ഇൻ്റർനെറ്റുകൾ, എവിടെ നോക്കിയാലും പാപത്താൽ നഗ്നമാക്കപ്പെട്ട, തകർക്കപ്പെട്ട, പിശാചിനാൽ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, മുറിവേറ്റ അനേകർ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പാതയോരങ്ങളിലുണ്ട്. എന്നാൽ നാം എങ്ങനെയാണ് ജീവിക്കുന്നത്? നാം ലേവായനെ പോലെയും പുരോഹിതനെ പോലെയാണ് പലപ്പോഴും ജീവിക്കുന്നത്. കണ്ടെങ്കിലും കൂട്ടാക്കുന്നില്ല. അവർ വചനം പറയുന്നു, അവർ കണ്ടു കടന്നുപോയി. ഈ കാലഘട്ടത്തിലും നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും കാണുന്നുണ്ട്, പക്ഷെ കൂട്ടാക്കുന്നില്ല. കാണുന്നുണ്ട്, ജീവിതത്തിൽ ഒരു ഗതിമാറ്റം, ഒരു വഴിമാറ്റം നടത്താൻ നമുക്ക് സമയമില്ല, നമുക്ക് താല്പര്യമില്ല. ഇവിടെ സമരിയാക്കാരനെ കാണുകയാണ്. അവൻ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ജീവിതത്തിൽ ഒരു ഗതിമാറ്റം വരുത്തി. ഈ ഗതിമാറ്റത്തിന് ക്രിസ്തു വിളിച്ച പേരാണ് സ്നേഹം. അവൻ നഷ്ടപ്പെടുത്തി, സമയം നഷ്ടപ്പെടുത്തി, അവന് ലഭിക്കുമായിരുന്ന ബിസിനസ് നഷ്ടപ്പെടുത്തി, അവൻ്റെ സൗകര്യങ്ങൾ സ്വന്തം കഴുതയുടെ പുറത്ത് ഈ പാവപ്പെട്ട മനുഷ്യനെ കയറ്റിയിരുത്തി. അവൻ നടന്നു, അവൻ സഹിച്ചു. സാമ്പത്തിക നഷ്ടമുണ്ടായി, സമയനഷ്ടമുണ്ടായി, എല്ലാം ഉണ്ടായി. ഇതിനെയാണ് ക്രിസ്തു സ്നേഹമെന്ന് വിളിക്കുന്നത്, സഹോദരനെ സ്നേഹിക്കുക എന്ന് വിളിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ അനേകം പേര് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെയാണ് മനോഹരമായി പറയുക, നമ്മൾ ജീവിതം തേടുന്നതും, 10ാമത്തെ ഖണ്ഡിക, നമ്മൾ ജീവിതം തേടുന്നതും പൂർണ്ണ വികാസം പ്രാപിക്കുന്നതും മറ്റുള്ളവർക്ക് ജീവിതം നൽകുന്നതിനു വേണ്ടി അത് ബലിയർപ്പിക്കുന്നതിൻ്റെ അളവനുസരിച്ചാണ്. ഒരുവൻ സന്തോഷം നേടുന്നത്, ഒരു ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുന്നതിൻ്റെ തോത്, അളവുകോല് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്യുന്നതിൻ്റെ തോതാണ്. എന്നിട്ട് പറയുകയാണ്, പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് നിശ്ചയമായും ഇത് തന്നെയാണ്. വീണ്ടും 20ാമത്തെ ഖണ്ഡികയിൽ വീണ്ടും കൃത്യമായി, കുറച്ചും കൂടെ കൃത്യമായി പറയുകയാണ്, ഓരോ ക്രൈസ്തവനും, ഓരോ സമൂഹവും കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഈ പാത തിരിച്ചറിയണം. നാം എല്ലാവരും നമ്മുടെ സുഖസൗകര്യങ്ങളുടെ വലയങ്ങളിൽ നിന്ന് സുവിശേഷത്തിൻ്റെ വെളിച്ചം ആവശ്യമായിരിക്കുന്ന പുറംപോക്കുകളിലേക്ക്, പാപത്താൽ മരിച്ചു കിടക്കുന്ന അനേകരിലേക്ക് പോകുവാനുള്ള അവിടുത്തെ വിളി അനുസരിക്കേണ്ടതുണ്ടെന്നാണ് പാപ്പ പറയുന്നത്. ഈ അനുസരണമില്ലായ്മ, മർക്കോസ് 16:15 പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറയുന്ന ഈ വചനത്തോടുള്ള അനുസരണമില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും ഇന്ന് പേര് നടക്കാൻ ഇടയാകുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ മനോഹരമായി പറയുന്നുണ്ട്, എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്നത്, പിന്നെ പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ചുറ്റുമുള്ളവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവന് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം, അവൻ്റെ തകർച്ചയ്ക്ക് പ്രതിവിധിയായ കാര്യം, അവന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർ വീണ്ടും ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കും. ആന്ധ്രയിൽ ഒരു ഗ്രാമത്തിൽ കടന്നു ചെന്ന ഒരു സമയം ഓർക്കുകയാണ്. പാവപ്പെട്ട ഒരു മനുഷ്യൻ ചെറിയൊരു കുടിൽ തളർന്നു കിടക്കുകയാണ്. 2 ചെറിയ വടിയുണ്ട്. ഈ വടിയിൽ പിടിച്ച് എഴുന്നേറ്റിരിക്കാനുള്ള ശ്രമമാണ്. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം അവിടെ ഈ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടിൽ ആരുമില്ല, പാവപ്പെട്ട മനുഷ്യൻ മാത്രം. കയ്യിൽ കരുതിയ ദിവ്യകാരണമെടുത്ത് അച്ഛൻ ഒരു ടേബിളിൽ വെച്ച് ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കകം ഈ മനുഷ്യൻ വടിവിട്ട് നടക്കാൻ തുടങ്ങി. അദ്ദേഹം കണ്ണുനീർ വാർത്ത് കരയുകയാണ്. യേശുവേ യേശുവേ എന്ന് തൻ്റെ ഭാഷയിൽ വിളിച്ച് കരയുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾക്ക് അപ്പുറത്തേക്ക്, പുറംപോക്കുകളിലേക്ക്, ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന അനേകരിലേക്ക് ഞാൻ ജീവിതം മാറ്റിവെക്കുമ്പോൾ,
എൻ്റെ സമയവും എൻ്റെ സമ്പത്തും എൻ്റെ കഴിവുകളും ഒരല്പമെങ്കിലും ഞാൻ മാറ്റിവെക്കുമ്പോൾ വചനം പറയുകയാണ്, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനം, ഒരുവനെ തെറ്റായ മാർഗത്തിലൂടെ പോകുന്ന ഒരുവനെ, ആ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവൻ തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പാപികളാണ്. പാപത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഉന്നതമായ പരിഹാരം പാപിയായ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക, അവന് സത്യം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് എന്നെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും അനേകായിരങ്ങളുണ്ട്. ഇവർക്ക് വേണ്ടി ക്രിസ്തുവിന് മുമ്പിൽ നിലനിൽക്കാൻ സാധിച്ചാൽ, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവർത്തികൾ കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ സമയം കൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകും. നാളുകളായി പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമുണ്ടാകാം, നാളുകളായി ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം. ഇന്ന് തീരുമാനമെടുക്കുക, എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ അനുഗ്രഹമായി മാറും. ധനവാനിലെ ലാസറിൻ്റെയും കഥ നമുക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് നാം എല്ലാവരും ധനവാന്മാരെ പോലെയാണ്. അനേകം ശുശ്രൂഷകൾ, അനേകം ധ്യാനങ്ങൾ, അനേകം പ്രാർത്ഥനകൾ ലഭിക്കുന്ന ധനവാന്മാരാണ് നമ്മൾ ആത്മീയമായി. എന്നാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് അനേകരെ ക്രിസ്തുവിനെ അറിയാത്തതുണ്ട്. ഇന്ത്യയിൽ മാത്രം ഏകദേശം 6 ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ ക്രിസ്തു എന്ന പേര് പോലും കേട്ടിട്ടില്ല. അനേകം പേര് ദുരിതത്തിലും പട്ടിണിയിലും വേദനയിലുമാണ്. ഇവിടെ നമ്മളോ സുഖസമ്പന്നതയിലാണ്. ആത്മീയതയുടെ സുഖസമ്പന്നത. അനേകം പ്രാർത്ഥനകളെല്ലാം നമുക്ക് ലഭിക്കുന്നു. ക്രിസ്തുവിനെ നാം അറിയുന്നു. കൂദാശകൾ നമുക്ക് ലഭിക്കുന്നു. ഇതൊന്നുമില്ലാത്ത, പാർശ്വവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, മാർപ്പാപ്പയുടെ വാക്കുകളിൽ പുറംപോക്കുകളായിരിക്കുന്ന അനേകരുണ്ട്. അവർ ദിനം പ്രതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് എസ് പറയാൻ സാധിച്ചാൽ ദൈവം പറയുക, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നീ അവൻ്റെ കാര്യം നോക്ക്, അവൻ്റെ കാര്യം അവനിൽ ക്രിസ്തുവിനെ കൊടുക്ക്, അവനെ സഹായിക്ക്. അവനെ സഹായിക്കുമ്പോൾ നിൻ്റെ ജീവിതം സഹായിക്കാൻ ഞാനുണ്ട്. ഈ വാക്കുകളിൽ വിശ്വസിക്കുക. ഏത് ദുരിതത്തിൻ്റെ സമയത്തും സാക്ഷി ജീവിതത്തിനായി ഇന്ന് തയ്യാറെടുക്കുക. ദൈവം അത്ഭുതകരമായി നിൻ്റെ ജീവിതത്തിൽ കടന്നു വരും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പരാതി പറയുന്ന വ്യക്തിയാണ്. കാത്തിരുന്ന് ഞാൻ മടുത്തിട്ടുണ്ട്. ദൈവമേ, തിരിച്ചറിയുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും ആത്മീയമായ സ്വാർത്ഥതയ്ക്കപ്പുറത്തേക്ക് എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ പലപ്പോഴും തയ്യാറായിട്ടില്ല. ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ എൻ്റെ സമ്പത്ത് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ അനുദപിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്തും അനേകം പേര് ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. ദൈവമേ, ഇതാ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. നീ പറഞ്ഞ കൽപ്പന ഞാൻ പാലിക്കുന്നു. ഇതാ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ പ്രാർത്ഥനയിലൂടെയും എൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെയും ക്രിസ്തുവിനെ ഞാൻ പകർന്നു കൊടുക്കും. ഞാൻ തീരുമാനമെടുക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് നിൻ്റെ വചനത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം നിനക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ഇന്ന് നിൻ്റെ രാജ്യം നോക്കാൻ തയ്യാറാകുന്നു. എൻ്റെ ജീവിതവും എനിക്കുള്ളത് മുഴുവനും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ ദുരിതങ്ങൾ എനിക്ക് അനുഗ്രഹമായി മാറട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, നീ വചനത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ, ദൈവം പറഞ്ഞത് ജീവിതത്തിൽ ചെയ്തതുപോലെ ക്രിസ്തുവിനെ അറിയാത്ത അനേകർക്ക് വേണ്ടി ഇതാ എൻ്റെ ജീവിതവും പരിശുദ്ധ അമ്മയെ സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ കഴിയുന്ന അനേകർക്ക് വേണ്ടി എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റുള്ളവർക്ക് പ്രകാശമേകാൻ, ദുരിതത്തിലായിരിക്കുന്നവർക്ക് പ്രകാശമേകാൻ, ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്, സകല വിശുദ്ധരുടെയും മാധ്യസ്ഥത്തിന് ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾക്ക് ലഭ്യമാകാൻ കർത്താവിൻ്റെ ഹിതത്തിന് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്.